हालेलुया। हालेलुया। परमेश्वर पिता को धन्य कहते हैं आज के इस महत्वपूर्ण शाम के लिए। ഇന്നത്തെ സായാഹ്ന സമയത്തിനായി ഞാൻ പിതാവാം ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. हम अपना समय खत्म खर्च किए बिना सीधे परमेश्वर की उन बातों को समझने के लिए चलेंगे जो परमेश्वर ने इन अंतिम दिनों में हमारे लिए रखा है. നാം മറ്റു വിഷയങ്ങൾക്ക് നമ്മുടെ സമയം ചെലവഴിക്കാതെ ഈ അവസാന നാളുകളിലേക്ക് ദൈവം കാത്തുവച്ചിരുന്ന ഈ രഹസ്യ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നേരെ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. 2008 सितंबर को हमारी पहली यात्रा अमेरिका के लिए थी. 2008 सितंबर മാസത്തിൽ ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നത്. और सितंबर 29 को जब हम इंडिया में नागपुर में थे तब मध्यरात्रि परमेश्वर ने हमें एक दर्शन दिखाया. 29 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിനുള്ള യാത്രയുള്ള ബന്ധത്തിൽ നാഗ്പൂരിലായിരിക്കുമ്പോൾ अर्धरात्रिയിൽ ദൈവം ഒരു ദർശനം നൽകി തന്നു. हम एक बड़ा ऊंचा पहाड़ देख रहे हैं. ഒരു വലിയ പർവ്വതം എനിക്ക് കാണുവാനിടയായി. और उस पहाड़ के ऊपर एक बहुत बड़ी लोहे की मशीन जैसा डोजर, मिट्टी फेंकने का डोजर होता है, उस डोजर के समान एक मशीन काम कर रही है. ആ പർവ്വതത്തിന്റെ മുകളിൽ ബുൾഡോസറിന് തുല്യമായിരിക്കുന്ന ഒരു വലിയ മെഷീൻ എനിക്ക് കാണുവാനിടയായി. और अचानक वो मशीन बड़ी तेजी के साथ हिलने लगी जैसे अर्थक्वेक होता है. എന്നാൽ പെട്ടെന്ന് ഭൂകമ്പം വരുന്നത് പോലെ ഒരു അവസ്ഥയുണ്ടാവുകയും ആ മെഷീന് വളരെയധികം കുലുങ്ങുവാൻ ഇടയാവുകയും ചെയ്തു. और अचानक उसमें आग लग गई. പെട്ടെന്ന് അതിന് തീ പിടിച്ചു. और वो उस पहाड़ से अचानक लुढ़क करके आग का गोला बन करके ऐसा रोल करते हुए गहरी खाई में जा गिरी. അങ്ങനെ അതാ ഇളകുകയും തീ പിടിച്ചിട്ട് അത് ഉരുണ്ടുരുണ്ട് വലിയൊരു തീ കഷ്ണമായി മാറി താഴേക്ക് വരികയും ചെയ്തു. हम पहाड़ के मिडिल में थे. ഞാൻ ആ പർവ്വതത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുകയാണ്. तब बहुत से लोग उस जली गिरी हुई मशीन को देखने के लिए दौड़ रहे हैं. അപ്പോൾ ആ വലിയ ഒരു ജനക്കൂട്ടം ഈ മെഷീൻ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുവാനായി അവിടെ ഓടിക്കൂടുകയാണ്. परंतु हम पहाड़ के बीच में उस सारी भीड़ को रोक लेते हैं कि केवल वो लोग जो पुलिस अधिकारी हैं और ऑफिशियल्स हैं वो हमारे साथ चले, हम उन्हें बताएंगे कि ये मशीनें कहाँ पड़ी हुई हैं जो जल रही हैं. അപ്പോൾ ഈ വന്ന ആ പുരുഷാരത്തെ ഞാൻ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, പോലീസുകാരും അതുപോലെ ഗവൺമെന്റ് അധികാരികളും മാത്രം എന്നോട് കൂടെ വരിക, ഞാൻ കാണിച്ചു തരാം ഈ മെഷീൻ എവിടെയാണ് വീണത്. और हम बड़ी रफ्तार से उस खाई के नीचे जाते हैं जिसके जो हमारे पीछे एक बड़ी पुलिस की फोर्स दौड़ रही है. നല്ല സ്പീഡിൽ ഞാൻ നടന്നു വരും ആ മെഷീന്റെ അടുത്തേക്ക് കടന്നു പോവുകയും എന്റെ മുന്നാലെ പോലീസുകാരും മറ്റും വരികയും ചെയ്തു. तब हम कहते हैं देखो वो मशीन कागज की तरह जल रही है. ഞാൻ പറഞ്ഞു, അതാ നോക്കുക, ഒരു കടലാസ് കഷ്ണം പോലെ ഈ മെഷീൻ കത്തിക്കൊണ്ടിരിക്കുന്നു. 3 अक्टूबर को हमारा पहला सभा न्यूयॉर्क में ब्रुकलिन में मेथोडिस्ट चर्च में हो रही थी. എന്റെ ആദ്യത്തെ സഭ ഒക്ടോബർ മാസം 3-ാം തീയതി ബ്രൂക്ലിനിലുള്ള മെഥോഡിസ്റ്റ് ചർച്ചിലാണ്. तब परमेश्वर ने पहले ही दिन प्रकाश में इस बात को लाया कि परमेश्वर का दास इस देश के लिए एक अच्छा संदेश लेकर नहीं आया. ആദ്യത്തെ രാത്രിയിൽ തന്നെ ദൈവാത്മാവ് പ്രകടമാക്കി കർത്താവിന്റെ ദാസൻ ഒരു നല്ല ദൂതുമായിട്ടല്ല, ഈ ദേശത്തിന് വേണ്ടിയുള്ള ഒരു നല്ല ദൂതുമായിട്ടല്ല വന്നിരിക്കുന്നത്. और पहला परिचय था इसलिए बीते पहले 4 दिन आसानी से गुजर गए. ആദ്യമായിട്ടുള്ള സംഭവമായിരുന്നത് കൊണ്ട് എന്റെ ആദ്യത്തെ 3-4 ദിവസം വലിയ കുഴപ്പമില്ലാതെ പോയി. तब 7 अक्टूबर को इस दर्शन का ट्रांसलेशन करने के लिए परमेश्वर ने अनुग्रह दिया. എന്നാൽ ഒക്ടോബർ 7-ാം തീയതി ഈ ദർശനത്തെ പരിഭാഷപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് സഹായിച്ചു. ये पहाड़ अमेरिका देश है. ആ വലിയ ഞാൻ കണ്ട പർവ്വതം അമേരിക്കയാണ്. बहुत ऊंचा पहाड़ है. അത് വലിയ एक समृद्धशाली देश है. ഒരു വലിയ സമ്പൽ സമൃദ്ധമായ ദേശം, शक्तिशाली देश है. വലിയ ശക്തിശാലിയായ ദേശം. सारे पहाड़ों से ऊंचा पहाड़ है. എല്ലാ പർവ്വതങ്ങളെക്കാളും ഉയർന്ന പർവ്വതമാണ്. और उसके ऊपर जो मशीन काम कर रही है वह इस देश की ताकत है. ആ പർവ്വതത്തിന്റെ മുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മെഷീൻ ഈ രാജ്യത്തിന്റെ വൻ ശക്തിയാണ്. परंतु परमेश्वर कहते हैं कि इस देश के लोगों ने मुझे भुलाकर अपने देश की संपन्नता को अपना ईश्वर बना लिया. ദൈവം എന്നോട് പറഞ്ഞത്, ഈ ദേശത്തെ ആളുകള്
ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഈ ദേശത്തിന്റെ സമ്പൽ സമൃദ്ധിയെ തങ്ങളുടെ ദൈവമാക്കി തീർത്തു. इस देश की ताकत डॉलर है, ഈ രാജ്യത്തിന്റെ ശക്തി ഡോളറാണ്. और उन्होंने मेरी आराधना से हट करके डॉलर की आराधना की है. ആളുകൾ എന്നെ ആരാധിക്കുന്നതിന് പകരം ഡോളറിനെ ആരാധിക്കുവാൻ തുടങ്ങി. इफिसियों की किताब के 5वें अध्याय के 27वें पद में बाइबल कहती है എഫേസ്യർ 5:27 ഇങ്ങനെ പറയുന്നു, कि मैं कलीसिया को अपने सामने तेजस्वी रूप में बना के खड़ा करूंगा. ഞാൻ ഒരു തേജസ്സോട് കൂടിയ സഭയെ എന്റെ മുൻപാകെ നിർത്തും. हम उसे पढ़े तो ज्यादा अच्छा होगा. इफिसियों की किताब और उसका 5वां अध्याय और उसका 27 पद. എഫേസ്യ ലേഖനം 5:27 वहां बाइबल हमें इस प्रकार से कहती है कि उसको एक ऐसी तेजस्वी कलीसिया बनाकर अपने पास में खड़ा करिए जिसमें ना तो कलंक, न झुर्री और ना कोई ऐसी वस्तु है वरन पवित्र और निर्दोष हो. കറ ചുളുക്കം മുതലായ അത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും एक तेजस्वी कलीसिया बनाए. ഒരു തേജസ്സുള്ള സഭ, महिमावान कलीसिया, അതായത് തേജസ്സേറിയ ഒരു സഭ, जिसमें 5 योग्यताएं हैं. അതിൽ 5 യോഗ്യതകൾ ഉണ്ടായിരിക്കണം. उसमें झुर्री नहीं है, കറയുണ്ടാകരുത്, उसमें दाग नहीं है, ചുളുക്കമുണ്ടാകരുത്, और कोई ऐसी वस्तु, അങ്ങനെയുള്ള യാതൊരു കാര്യവും ഉണ്ടാകരുത്. ऐसी वस्तु, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും. लिसन मी केयरफुली, ശ്രദ്ധിച്ചു കേൾക്കണം. इसका क्या मतलब? कोई ऐसी वस्तु ना हो, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. इसका ट्रांसलेशन ये है कि मेरी जो आराधना का जगह है, मेरा जो महत्व है, उससे हटकर तुम किसी और वस्तु को ईश्वर की जगह मत दे देना. എന്ന് പറഞ്ഞാൽ എന്റെ ആരാധനാലയം അല്ലെങ്കിൽ എന്റെ ആരാധന അതിന് നൽകേണ്ട സ്ഥാനം നിങ്ങൾ നൽകണം. അത് വേറൊന്നിനും നൽകുവാൻ പാടില്ല. मेरा स्थान मुझे मिलना चाहिए, എന്റെ സ്ഥാനം എനിക്ക് ലഭിക്കണം. मेरी जगह तुम किसी को मत देना. എന്റെ സ്ഥാനം നിങ്ങൾ വേറെ ആർക്കും കൊടുക്കരുത്. आदर मेरा है वह मुझे मिलना चाहिए. എനിക്ക് ലഭിക്കേണ്ട ആദരവ് എനിക്ക് തന്നെ ലഭിക്കണം. कोई ऐसी वस्तु ना हो जो परमेश्वर का स्थान रख ले. ദൈവത്തിന്റെ സ്ഥാനമെടുക്കുവാൻ വേറെ ഒരു വസ്തുവിനെയും ദൈവം അനുവദിക്കുന്നില്ല. परंतु इस देश के लोगों ने मेरा स्थान डॉलर को दे दिया. എന്നാൽ ഈ നാട്ടിലെ ആളുകൾ എന്റെ സ്ഥാനം ഡോളറിന് കൊടുത്തു. इसलिए मैं इस डॉलर को हिला दूंगा, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഡോളറിനെ ഇളക്കും. जिससे कि वो इस अपना ध्यान इन तमाम वस्तुओं से हटकर वो मेरी ओर एकाग्रचित करें. അങ്ങനെ അവർ മറ്റുള്ള കാര്യങ്ങളെ എല്ലാം വിട്ടതിന് ശേഷം എന്നെ മാത്രം ശ്രദ്ധിക്കുകയും എന്റെ അടുക്കലേക്ക് വരികയും വേണം. मैं उसकी ताकत को हिला दूंगा. ഞാൻ ഇതിന്റെ ശക്തി ഇളക്കും. और अक्टूबर 13 तारीख को अमेरिकन टीवी ने ये बोलना शुरू किया कि अब हम आर्थिक मंदी से होकर गुजर रहे हैं. ഒക്ടോബർ 13 അമേരിക്കൻ ടിവി ഇവിടെ പ്രഖ്യാപിച്ചു ഇവിടെ ഭൗതിക പ്രശ്നം ആരംഭിച്ചു. 19 अक्टूबर को इंडियन टीवी आज तक ने कहा कि अब अमेरिका ने इस समय भारत और चाइना से लोन लेकर के अपने लोगों को पेमेंट दिया. ഒക്ടോബർ 19 ഇന്ത്യയിൽ ആജുതക് എന്ന് പറയുന്ന ആ ചാനലുകാര് അനൗൺസ് ചെയ്തു അമേരിക്ക ചൈനയിൽ നിന്നും ഭാരതത്തിൽ നിന്നും പണം കടമെടുത്ത് ശമ്പളം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ये उसके घमंड को चूर करने का कारण है. അവരുടെ അഹങ്കാരത്തെ തകർക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണിത്. इसे सजा न समझो, ഇതിനെ ഒരു ശിക്ഷയായി കരുതരുത്. परंतु ये परमेश्वर का वो रास्ता है जब वो हमें हिलाकर अपना स्थान लेना चाहता है, क्योंकि परमेश्वर के स्थान को हमने किसी और को दे दिया. എന്നാൽ ഇത് ദൈവത്തിന്റെ കരമാണ്. കാരണം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നാം വേറെ ഡോളറിന് കൊടുത്തു. और मैं इसको हिला दूंगा. ഞാൻ ഇതിനെ ഇളക്കും. अब परमेश्वर ने डॉलर को हिला दिया. ദൈവം ഡോളറിനെ ഇളക്കി. हमसे पहाड़ के सेंटर में है, ഈ പർവ്വതത്തിന്റെ മധ്യഭാഗത്താണ് ഞാൻ. मशीन उससे भी नीचे चली गई. മെഷീൻ അതിനേക്കാളും താഴേക്ക് പോയി. ये स्थान जो है इंडिया का स्थान है. ഈ സ്ഥാനം ഇന്ത്യയുടെ സ്ഥലമാണ്. मंदी भारत से भी ज्यादा नीचे इस देश की चली जाए. ഭാരതത്തിനേക്കാളും താഴേക്ക് ഈ ഭൗതികമാകുന്ന പ്രശ്നം കടന്നു പോകും.
और जो कुछ है वो आपको बताने की जरूरत नहीं। അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. हम किन किन समस्याओं का सामना कर रहे हैं, ഇപ്പോൾ നാം ഏതെല്ലാം പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. यदि किसी घटना के पहले परमेश्वर इस बात की चेतावनी दे रहा है, इस बात का सबूत है कि वो परमेश्वर है और सारी परिस्थितियों को होने से पहले जानता है। ഇത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ അതിന്റെ തെളിവെന്തെന്ന് ചോദിച്ചാൽ ദൈവമാണ് സകലത്തെയും വഹിക്കുന്നവൻ. वर्ल्ड ट्रेड सेंटर हुआ, हमने 6 महीने तक बहुत प्रार्थना की और फिर हमारी लाइन एज इट इज हो गई। വേൾഡ് ട്രേഡ് സെന്ററിൽ സംഭവിച്ചതിന് ശേഷം 6 മാസം വലിയ പ്രാർത്ഥനകൾ നടന്നു, പിന്നെയും നാം സാമാന്യനിധിയിലായി. परंतु आज भी इस देश के लोगों ने आर्थिक मंदी के बाद भी परमेश्वर की आवाज सुनने के लिए अपने कान नहीं खोले। ഈ ഇത്രയും വലിയ റിസഷൻ വന്നതിന് ശേഷവും ഇതുവരെയും മനുഷ്യർ ദൈവിക ശബ്ദം കേൾക്കുവാൻ തങ്ങളുടെ കാതുകളെ തുറന്നിട്ടില്ല. लोग फाइनेंशियल ब्रेक थ्रू के लिए प्रार्थना कर रहे हैं। ഭൗതികമാകുന്ന പ്രശ്നങ്ങളുടെ വിടുതലിന് വേണ്ടി ആളുകൾ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. आप क्या सोचते हैं कि परमेश्वर हमारी प्रार्थना को सुन के फिर से फाइनेंशियल ब्रेक थ्रू लाएगा? വീണ്ടും നമ്മുടെ പ്രാർത്ഥന കേട്ട് ഭൗതിക ഞെരുക്കത്തിൽ നിന്നുള്ള വിടുതൽ ദൈവം തരുമെന്നാണോ നിങ്ങൾ और यदि उसे ब्रेक थ्रू लाना ही होता तो क्राइसिस लाने का प्रॉब्लम ही नहीं। അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം നൽകണമെങ്കിൽ ഈ അവസ്ഥ ദൈവം എന്തിനു കൊണ്ടുവന്നു? ये परमेश्वर ने नहीं किया। ഇത് ദൈവമല്ല ചെയ്തത്. आप कहेंगे देखो परमेश्वर कितना खराब है, हमको गरीब बना दिया। നിങ്ങൾ പറയും ദൈവം എത്ര ദോഷവാനാണ്, ഞങ്ങളെ എല്ലാം ദാരിദ്ര്യമുള്ളവരാക്കി. मेरा परमेश्वर कभी भी किसी का न्याय नहीं करता है। ദൈവം ഒരിക്കലും ഇങ്ങനെയുള്ളതാകുന്ന അന്യായം ചെയ്യുന്നവനല്ല എന്റെ ദൈവം. हम बोते हैं वही हम काटने के लिए तैयार हो जाते നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യുവാൻ തയ്യാറാകും. यहाँ हैलोजन जल रहे हैं ഇവിടെ ഹാലോജിൻ और ചലിക്കുകയാണ്. मैं उसके सामने खड़ा हूँ, ഞാൻ അതിന് മുൻപിൽ നിൽക്കുകയാണെങ്കിൽ तो मैं अपने आप को साफ देख रहा हूँ। എനിക്ക് എന്നെ തന്നെ വ്യക്തമായി കാണുവാൻ ഇടയാകും. उसका प्रकाश मेरे चारों तरफ है। അതിന്റെ വെളിച്ചം എന്റെ നാല് വശത്തുമുണ്ട്. जैसे जैसे मैं इस हैलोजन से दूर जाता हूँ, എന്നാൽ ഈ ഹാലോജനിൽ നിന്ന് ഞാൻ ദൂരേക്ക് കടന്നു പോകും. हैलोजन तो अपनी जगह पर जल रहा ഈ है, ഹാലോജൻ അതിന്റെ സ്ഥാനത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. जितना मैं दूर जाऊंगा എന്നാൽ ഞാൻ എത്രയും ദൂരം പോകുന്നു उतना ही ज्यादा अंधेरा मेरे चारों तरफ कवर करने लगे। അത്രയും അന്ധകാരം എന്റെ നാല് വശത്തും ഉണ്ടായിരിക്കും. हैलोजन का दोष नहीं है, ഹാലോജന്റെ ദോഷം കുഴപ്പമല്ല, अंधेरे का भी दोष नहीं है, അന്ധകാരത്തിന്റെ കുഴപ്പവുമല്ല. दोष तो हमारा है തെറ്റ് നമ്മുടേതാണ്. कि हम उजियाला छोड़ के अंधेरे में जा रहे हैं। നാം ഈ പ്രകാശത്തെ വിട്ടതിന് ശേഷം അന്ധകാരത്തിലേക്ക് പോയി. यदि इस देश में गरीबी आई तो मेरे परमेश्वर को दोष मत देना। ഇവിടെ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ എന്റെ ദൈവത്തിന് നിങ്ങൾ ദോഷാരോപണം കൊടുക്കരുത്. हमारा है, തെറ്റ് നമ്മുടേതാണ്. हमारे जॉब के लिए आपके पास में 16 आवर्स है, ജോലിക്ക് വേണ്ടി നിങ്ങളുടെ പക്കൽ 16 മണിക്കൂറുണ്ട്. परंतु मेरे परमेश्वर के लिए 5 और 10 और 20 मिनट से ज्यादा समय नहीं। 5, 10, 20 മിനിറ്റിൽ കൂടുതൽ ദൈവത്തിന് വേണ്ടിയില്ല. कैसे परमेश्वर के प्रकाश को हम अपने जीवन में बनाए रख सकते हैं? ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ക്രമാനുസാരമായി എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാൻ കഴിയും? परंतु मसीहियत के साथ इस देश की आम जनता का ध्यान अभी भी परमेश्वर की ओर नहीं खींचा है। എന്നാൽ ഇപ്പോഴും ഈ ദേശത്തെ ആളുകളുടെ ശ്രദ്ധ യേശുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടില്ല. जून में हम शिकागो में थे, ഞാൻ ഷിക്കാഗോയിലായിരുന്നു. फिर एक बार रात में परमेश्वर ने एक प्रकाश दिखाया। കർത്താവ് വീണ്ടും എനിക്കൊരു ദർശനം തന്നു. ओ बहुत बड़ा समुद्र की तरह पानी भरा हुआ है വലിയ സമുദ്രം പോലെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. और उसमें पानी में लोग दिखाई दे रहे हैं। ആ വെള്ളത്തിൽ ആളുകളെ കാണുകയാണ്. Listen me carefully, ശ്രദ്ധിച്ചു കേൾക്കുക. जो हो गया उसको जाने दो, സംഭവിച്ചത് പോകട്ടെ, जो होने वाला है उसकी ओर ध्यान दे। എന്നാൽ ഇനി സംഭവിക്കാൻ ഉള്ളതിന് വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. पानी तेजी के साथ गोल गोल घूम रहा है ഈ വെള്ളത്തിനകത്ത് വട്ടത്തിൽ ഇങ്ങനെ और കറങ്ങുകയാണ്. उसके सेंटर में होल तैयार हो रहा है അതിന്റെ മധ്യഭാഗത്ത് ഒരു വലിയ ദ്വാരം ഉണ്ടാകും. और कई लोग उस पानी में यूं डूबते जा रहे हैं और धीरे धीरे उस सेंटर में जाकर उस गड्ढे के पानी की गड्ढे के अंदर में घुसते जा रहे हैं। ഒരുപാട് ആളുകൾ ആ വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങി 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 ആ ദ്വാരത്തിലേക്ക് കടന്നു പോവുകയാണ്. एक भी आदमी बाहर नहीं आ पाया ഒറ്റ വ്യക്തിക്ക് പോലും വെളിയിൽ വരുവാൻ और हम കഴിയില്ല. ऊपर से देख रहे हैं कि वो पानी के किनारे जो जमीन है वो खसल करके लैंडस्लाइडिंग की तरह उस पानी के अंदर गिर रही है। ഞാൻ അവിടെ കരയിൽ നിന്നുകൊണ്ട് കാണുകയാണ് അടുത്തുള്ള ഭൂമിയെല്ലാം ലാൻഡ് സ്ലൈഡ് പോലെ ഒഴുകി ഈ വെള്ളത്തിലേക്ക് പോവുകയാണ്. और हम जमीन में भागना शुरू कर देते हैं। ഞാൻ അവിടെ നിന്ന് ഓടുവാൻ തുടങ്ങുന്നു. एक दूसरी समस्या की आशंका नजर आती है। അപ്പോൾ ഇത് രണ്ടാമത് ഇനിയും വരുവാനുള്ള ഒരു പ്രശ്നത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. पानी और तूफान और हवा के द्वारा
कोई क्षति होने का संदेश मिलता है। വെള്ളത്താല് കാറ്റിനാല് കൊടുങ്കാറ്റിനാല് ചുഴലിക്കാറ്റിനാൽ ഒരു വലിയ പ്രശ്നം വരുവാനുള്ള സാധ്യതയാണ് മുന്നറിയിക്കുന്നത്.